Increíble la situación. 24 മണിക്കൂറിനിടയിൽ 40,000-ത്തിലധികം ആളുകൾ ബോട്ടുകളിലും നീന്തിയും കടൽ മാർഗം അനധികൃതമായി സ്പെയിനിലേക്ക് അയൽ രാജ്യമായ മൊറോക്കോയിൽ നിന്ന് ഇരച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. വടക്കേ ആഫ്രിക്കൻ തീരത്തുള്ള സ്പാനിഷ് സ്വയംഭരണ നഗരമായ സെബൂട്ടയിലേക്കാണ് മുസ്ലിം രാജ്യമായ മൊറോക്കോയിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ അതിർത്തി കടന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൽ 18ഓളം പേർ സമുദ്രത്തിൽ മുങ്ങി മരിച്ചതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. 80,000 മാത്രം ജനസംഖ്യയുള്ള ചെറിയ പ്രദേശത്തേക്ക് 10,000-കണക്കിന് ആളുകൾ ഒരേ സമയം ഇരച്ചെത്തിയതോടെ മേഖലയിൽ പ്രദേശവാസികളും കുടിയേറ്റക്കാരും തമ്മിൽ വൻ പ്രക്ഷോഭത്തിനും പ്രതിഷേധങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. അതിർത്തിയിലെ സുരക്ഷാ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി തകർന്നതിനെ തുടർന്ന് സ്ഥിതിഗതികൾ ശാന്തമാക്കുവാൻ സ്പെയിൻ തങ്ങളുടെ സായുധ സേനയെ നിലവിൽ സെബൂട്ടയിൽ വിന്യസിച്ചിരിക്കുകയാണ്. സ്പെയിനിലേക്ക് പെട്ടെന്നുണ്ടായ അനധികൃത കുടിയേറ്റങ്ങൾക്ക് പിന്നിലെ കാരണം എന്താണ്? സ്പെയിനിനെ കാത്തിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? വടക്കൻ മൊറോക്കൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്പാനിഷ് എൻക്ലേവാണ് സെബൂട്ട. ജിബ്രാൾട്ടർ കടലിടുക്കിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ പ്രദേശം വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് യൂറോപ്പിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രധാന ഇടനാഴികളിൽ ഒന്നാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടെ അതിർത്തി കടക്കുവാൻ ശ്രമിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. വ്യാഴാഴ്ചയോടെയാണ് സ്ഥിതിഗതികൾ പൂർണ്ണമായും കൈവിട്ടുപോയത്. കോൺക്രീറ്റ് ബണ്ടുകളിൽ നിന്നും തടഭിത്തികളിൽ നിന്നും കടലിലേക്ക് ചാടി അതിർത്തി വേലികൾക്കു ചുറ്റും നീന്തിക്കടന്നാണ് ആയിരക്കണക്കിന് ആളുകൾ സെബൂട്ടയിലെത്തിയത്. നഗരത്തിലെ തെരുവുകളിലും തീരപ്രദേശങ്ങളിലും ആയിരക്കണക്കിന് യുവാക്കൾ അടിയന്തര അഭയ കേന്ദ്രങ്ങൾ പോലുമില്ലാതെ കഴിയുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിൽ അതിർത്തി ഗേറ്റുകൾക്ക് മുകളിലൂടെ കല്ലേറുകൾ നടക്കുകയും പോലീസും അതിക്രമിച്ചു കയറുവാൻ ശ്രമിച്ചവരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും ചെയ്തു. അതിർത്തി കടക്കുന്നത് തടയുവാൻ മൊറോക്കൻ നഗരമായ ഫ്ലിത്തിക്കിൽ പോലീസ് വാട്ടർ പീരിങ്ങുകൾ വരെ ഉപയോഗിക്കേണ്ടതായി വന്നു. ഇത് സ്പെയിൻ തന്നെ വരുത്തിവെച്ച ദുരന്തമാണെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളടക്കം കുറ്റപ്പെടുത്തുന്നത്. ഈ മാസം ആദ്യം സ്പെയിൻ സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർണായക വിധിയാണ് ഇപ്പോഴത്തെ കൂട്ടപ്രവാഹത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണം. സെബൂട്ടയിലോ മെല്ലിലയിലോ കടൽ മാർഗമെത്തുന്ന അതിർത്തി ലംഘകരെ തടഞ്ഞു നിർത്തിയാൽ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഉടനടി മൊറോക്കോയിലേക്ക് തിരിച്ചയക്കുവാൻ പാടില്ലെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഈ നിയമപരമായ പഴുതിനെ മനുഷ്യക്കടത്ത് മാഫിയകൾ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തുവെന്നാണ് സ്പാനിഷ് സർക്കാർ പറയുന്നത്. ശിക്ഷിക്കപ്പെടാതെ എളുപ്പത്തിൽ സ്പെയിനിൽ തങ്ങാമെന്ന് വാഗ്ദാനം നൽകി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരം അപകടകരമായ യാത്രകൾക്ക് മാഫിയകൾ പ്രേരിപ്പിക്കുന്നത്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മൂലം കഷ്ടപ്പെടുന്ന മൊറോക്കോയിലുള്ളവർ മാഫിയകളുടെ വാഗ്ദാനങ്ങളിൽ എളുപ്പം പെട്ടുപോവുകയും ചെയ്തു. അതേസമയം സെബൂട്ടയിലെ അതിർത്തി ലംഘനം യൂറോപ്പിൽ വലിയ നയതന്ത്ര പോരിലേക്കും വഴി തുറന്നിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ അതിർത്തി പരിശോധനകളില്ലാതെ സഞ്ചരിക്കുവാൻ അനുമതി നൽകുന്ന ഷെങ്കൻ കരാർ സ്പെയിനുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊരു രാജ്യത്തിന്റെയും പരമാധികാരത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും അതിർത്തികളുടെ സുരക്ഷ നിർണായകമാണ്. വിസയോ മറ്റ് ഔദ്യോഗിക രേഖകളോ ഇല്ലാതെ ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾ അതിർത്തി കെട്ടുകൾ ഭേദിച്ച് രാജ്യത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ ചെറുതല്ല. അടിയന്തര ഘട്ടങ്ങളിൽ കൂട്ടത്തോടെ ആളുകൾ എത്തുമ്പോൾ അവരുടെ മുൻകാല പശ്ചാത്തലമോ സാമ്പത്തിക സാമൂഹിക ചരിത്രമോ കൃത്യമായി പരിശോധിക്കുവാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സാധിക്കാതെ വരുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ഏതൊരു അനധികൃത കുടിയേറ്റ തരംഗത്തിലും ഭൂരിഭാഗം പേരും മെച്ചപ്പെട്ട ജീവിതം തേടിയെത്തുന്ന പാവപ്പെട്ട മനുഷ്യരാണെങ്കിലും ഇതിന്റെ മറവിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരോ അന്താരാഷ്ട്ര മാഫിയ കണ്ണികളോ രാജ്യത്തിനുള്ളിലേക്ക് കടന്നുകൂടുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരത, സംഘർഷങ്ങൾ എന്നിവയാണ് സ്വന്തം നാട് വിട്ട് ജീവൻ പണയം വെച്ചും യൂറോപ്പിലേക്ക് ഓടിയെത്തുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. അതിർത്തി അടച്ചുപൂട്ടലുകളും സൈനിക വിന്യാസങ്ങളും വഴി താൽക്കാലികമായി ഇത്തരം പ്രവാഹങ്ങൾ തടയാമെങ്കിലും കുടിയേറ്റത്തിന് കാരണമാകുന്ന മൂലകാരണങ്ങൾ പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സെബൂട്ടയിലെ നിലവിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ സ്പാനിഷ് സൈന്യം തമ്പടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് യൂറോപ്പിന്റെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളെയും അതിർത്തി സുരക്ഷയും വീണ്ടും വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്.